ഈദ് മുബാറക്. പാതിരാത്രി 12:30ക്കാണ് കെട്ടിയവൻ്റെ വീട് പിടിച്ചത്. പക്ഷേ എങ്കിൽ അപ്പോഴൊന്നും കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തുണിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ തയ്ച്ച് 1:30 മണിയായി കിടന്നുറങ്ങിയപ്പോഴത്തേക്കും. പക്ഷേ കൃത്യമായിട്ട് 5:30 ആയപ്പോൾ അലാറം അടിച്ചപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ തക്ബീറൊക്കെ കേട്ടപ്പോഴത്തേക്കും കുറച്ച് നേരം പോയി മുറ്റത്ത് നിന്നിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു. എൻ്റെ അമ്മയും വന്നത് നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ വെച്ചേക്കുന്നു. ഞാൻ കുറച്ച് ചവ്വരി എടുത്ത് അങ്ങോട്ട് വേവിക്കാനിട്ട് ഒരടുപ്പിലും മൊറട്ടീൻ്റെ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും രാവിലെ പായസം വയ്ക്കുവാണെന്ന്. അതെ, രാവിലെ പായസം വയ്ക്കുവാണ്. എൻ്റെ ഇക്കന്ന അടിപൊളിയായിട്ട് അടുപ്പൊക്കെ കത്തിക്കുന്നു. പിന്നെ തീ കത്തിക്കാൻ അഗ്രഹണ്യനാണ്. ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട. പുള്ളിയെ നീറ്റായിട്ട് അങ്ങ് ചെയ്തോളും. പിന്നെ ചേട്ടത്തീരെ നേതൃത്വത്തിൽ അടുക്കളയിൽ ഈ ഉരട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിള്ളേർ സെറ്റ് ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നതേ ഉള്ളൂ. സംഭവം തീ എന്തോ കത്തിപ്പിടിച്ചെങ്കിലും ഒരു ഇതില്ല. അടുപ്പ് വലുതും പാത്രത്തിൻ്റെ അടിയിൽ ഇത് പിടിക്കില്ല. അവസാനം നിന്ന് ഊതിയും പറക്കിയൊക്കെ എങ്ങനെയെങ്കിലും പായസം റെഡിയാക്കിയെടുത്തു. പായസം റെഡിയാക്കിയ ഉടനെ നേരെ കയറി പള്ളിയിൽ പോകാൻ വേണ്ടി റംസാനെ കുളിപ്പിച്ച് റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ജനലൊക്കെ തുറന്ന് സുപ്രഭാതം വരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഹാളിലോട്ട് വന്നപ്പോഴത്തേക്ക് ചേട്ടത്തി 200 രൂപയ്ക്ക് വാങ്ങിച്ച പൂവിൻ്റെ കണക്ക് പറഞ്ഞ് കരയുവാണ്. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചത് കാണിച്ചു തരാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി അവസ്ഥ. മുല്ലപ്പൂവിൻ്റെ സീസണൊക്കെ തുടങ്ങിയെങ്കിലും പക്ഷേ ഭയങ്കര നഷ്ടമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പിള്ളേരെ എല്ലാം ഒരുക്കി പള്ളിയിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ പായസമൊക്കെ കോരി മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മധുരം കൊടുക്കുന്ന ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെയാണ് പായസം ഉണ്ടാക്കിയത്. പിള്ളേർ കപ്പൊക്കെ കൊണ്ട് ഫ്രണ്ടേ പോവാണ്. രണ്ടാമതൊന്ന് പായസമൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഇതാനും കൂടെ അവരെ കൂടെ പോകാൻ വേണ്ടി ഒരേ ബഹളം. അവളൊരു വീട്ടിലിരുന്ന് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിന്ന് ചേട്ടത്തി പുതിയത് ഇട്ട് കൊടുത്തപ്പോൾ അവൾക്കത് വേണ്ട, അത് മതി, ഇത് പറഞ്ഞ് ഒരേ കരച്ചിൽ വിളിയൊക്കെ ആയിരുന്നു. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചു പിടിച്ച് ഊരിയൊക്കെ എടുത്തിട്ട് പിള്ളേരതോ പള്ളിയിലോട്ട് പറഞ്ഞു വിട്ടു. പിന്നെ മുറ്റത്തുനിന്ന് നോക്കിയാൽ പള്ളി കാണാൻ പറ്റും. പിള്ളേർ പോണത് അറിയാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്ന്. പിന്നെ ഓരോരുത്തരായിട്ട് പോയി കുളിച്ചു. ചേട്ടത്തി കുളിച്ചിട്ട് ഞാനും പോയി കുളിച്ചു. ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും വാപ്പതേ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് പിള്ളേർക്ക് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തേക്കുവാണ്. നമ്മൾ ഒരട്ടിയാണ് ഉണ്ടാക്കിയത്. പൊറോട്ടയും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ഈ പായസം വെക്കുന്നതിൻ്റെ തിരക്കിൽ അതിനൊന്നും പോകാൻ പറ്റില്ല. പിന്നെ പണ്ടൊക്കെ അല്ലേ ഈ പൊറോട്ട ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ. ഇതൊക്കെ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയതൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടെ അത് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കാപ്പിയെ കുടിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു.